നമ്മളിന്ന് 23/4/2026 പോവുകയാണ്. പോണന്ന് പോലും റെസ്റ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറമ്പൊന്നാകെ. പോണ അന്ന് പോലും. കാരണം എന്ന് വെച്ചാൽ 4:55 വണ്ടി. 4 മണിയാകുമ്പോഴത്തേനും ഇവിടുന്ന് ഇറങ്ങും. കാരണം നമ്മളെ മുതൽ നമ്മൾ തന്നെ നനക്കണം. നമ്മളെ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും അതൊന്നും കേൾക്കില്ല. കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഇതിൻ്റെ വില അറിയില്ല. നമ്മളൊക്കെ അന്നത്തെ രാജ്യത്ത് പോയിട്ടൊക്കെ നമ്മൾ നാട്ടിലായാലും വീട്ടിലായാലും പുറം രാജ്യത്തായാലും എവിടെ ആയാലും ശരി നമ്മൾ കഴിച്ചുണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട മുതലാണ്. കുട്ടികൾക്ക് ഇപ്പോൾ മക്കളെ പ്രായത്തിലൊന്നും കുട്ടികളെ ചിന്തിക്കണില്ല. അവർക്കൊക്കെ ഒരു പ്രായം കടന്നു വരുമ്പോഴാണ് മക്കളെ കേൾക്കായൊന്നുമില്ല. ചിലപ്പോൾ നനക്കാനൊക്കെ പറഞ്ഞാൽ നനക്കും. അവിടുന്ന് തൊട്ട് നനച്ച് ഇതിപ്പോൾ 12:30 മണിയായി. ഈ വീഡിയോ ഇനി എപ്പോഴാണ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞങ്ങളോട് പറയാനുള്ളത്, അവിടെയും കുറേ സ്ഥലമുണ്ട്. ഒരു 18-20 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ട്. അതിൽ തെങ്ങും കവുങ്ങും അവിടെ ഉണ്ട്. അതിൻ്റെ പുറമെ അപ്പുറത്തും ഉണ്ട്. ഒക്കെ ഞാൻ എൻ്റെ അനിയനെ ഏൽപ്പിച്ചിരിക്കുക. ഓന് നനക്കാനാണ് പറഞ്ഞത്. അതിമുള്ള തേങ്ങയും അടക്കയും കവുങ്ങ എന്താ ഉള്ളത് വെച്ചാൽ അത് ഓൻ വിറ്റിട്ട് ഓന് ഉമ്മക്ക് കൊടുക്കലുണ്ട്, ഉപ്പാക്ക് കൊടുക്കലുണ്ട്. ഓനൊക്കെ എല്ലാവരും തറവാട്ടിലല്ല കഴിയുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിക്കലോ പിടിക്കലോ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്തോട്ടെ. കാരണം ഓനോട് പറഞ്ഞിട്ട് എന്താ ചെയ്തോ. കാരണം അങ്ങോട്ട് നനക്കാനുള്ള നേരം എൻ്റെ പെണ്ണുങ്ങൾക്കും ഇല്ല. കാരണം ഓൾ ഇവിടെ 24 മണിക്കൂറും പറഞ്ഞു. ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇപ്പോൾ കത്തിച്ചീരുന്ന അതിൻ്റെ പുക എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൾക്കും നേരമില്ല. മക്കളും എൻ്റെ ഒരു മോനാണുള്ളത്. ഓനക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എല്ലായിടത്തും പറമ്പ് നനക്കാനുള്ള സമയമൊന്നും ഓനക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞെന്താ വെച്ചാൽ, ഈ പ്രവാസികളായ എല്ലാവരോടും പറയണേ, ഇതേമാതിരി വില കുറവിന് സ്ഥലം എന്തെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടി. പാടായാലും വാങ്ങിക്കൊണ്ടി, പറമ്പായാലും വാങ്ങിക്കൊണ്ടി. ഒരു 50,000, 5 ലക്ഷം ആയാലും 4 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും 2 ലക്ഷത്തിനൊക്കെ പാടം കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ ഇട്ടോളി. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഞങ്ങളോട് പറച്ചോനെ അള്ളാഹുവിൻ്റെ റസൂലിന് സത്യം ഞങ്ങളോട് പറഞ്ഞു. എവിടെയെങ്കിലും നിങ്ങൾക്ക് വില കുറവിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ പാടല്ലേ. നമ്മളിപ്പോൾ എന്തിനപ്പോൾ വാങ്ങിയിട്ടിട്ട് എന്താ കാര്യം? അതൊന്നല്ല. കിട്ടുന്നത് എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളെ കയ്യിലുള്ള പൈസ കൊണ്ട് 2 ലക്ഷം ഉണ്ടോ 3 ലക്ഷം ഉണ്ടോ വാങ്ങേണ്ടിട്ടാൽ നിങ്ങൾ ഈ നാട് കണ്ണത്തെ രാജ്യത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കി വരിക. ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുക. എൻ്റെ അനിയൻ ചെയ്യണ പോലെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ നാളെ കാണിച്ചു വിട്ടതാണ്. കംപ്ലീറ്റ് പച്ചക്കറിയാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ എൻ്റെ അനിയൻ്റെ വയർപ്പാണ്. അപ്പോൾ ഇതേമാതിരി പാടം വാങ്ങിയിട്ടതാണ്. ഇതേമാതിരി പാടങ്ങളത്തെ മൊത്തം പാടങ്ങളാണ്. ഇവിടെ തൊട്ടിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒക്കെ ഞാൻ വാങ്ങിയിട്ടതാണ്. ഇങ്ങനെ പൈസ വില കുറവിന് കിട്ടുമ്പോൾ 40,000 സെൻറ്റിന് 35,000, 50,000 ഒക്കെ കിട്ടുമ്പോൾ വേഗം വാങ്ങിയിടുക. അവിടെ കിടന്നോട്ടെ, ഒന്നും നോക്കണ്ട. നമ്മൾ അയച്ചിട്ട് ഞാൻ അത് വാങ്ങിയിട്ട് ഇന്നും നാളെയും ഞാൻ വിൽക്കാനോ പിടിക്കാനൊന്നല്ല. എന്നെങ്കിലും ബോംബെ ഒഴിവാക്കി വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതേമാതിരി പച്ചക്കറി കൃഷി, 2-3 പോത്ത് അതിനൊക്കെ വാങ്ങി ഇവിടെ ചെറുതായിട്ട് ഒരു തോത്തൊക്കെ ഉണ്ടാക്കി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4-5 പോത്തിനെ വാങ്ങിക്കൊടുത്തിട്ട് എൻ്റെ സ്ഥലത്തേക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതും കൂടി അടുത്ത് വിട്ടുതരാം. ഞാൻ ഈ പറയാനുള്ള കാരണം തരാം. ഇവിടെ കാണി, ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ വാങ്ങിയിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ വില കുറവിന് കിട്ടുന്നത് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം തരുമോ? നിങ്ങളും ജസ്റ്റൊക്കെ ഒന്ന് അതേമാതിരി ഒന്ന് ചിന്തിക്കുക. മാനു പറഞ്ഞതാണ് അതിൻ്റെ അതൊക്കെ ശരിയെന്നുള്ളത്. ഇങ്ങനെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ പോത്തിനെയും കന്നുകാലികളെ കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് കെട്ടുമ്പോൾ ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. ഇപ്പോൾ എന്താ പച്ചക്കറി കണ്ടില്ല ബാങ്ക് കൊടുക്കണേ. മാഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. കണ്ടില്ല, ഇതൊക്കെ എൻ്റെ അനിയൻ്റെ വേർപ്പാണിത്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കണം തരാം. പോത്തിനൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടി കഴിഞ്ഞാൽ പിന്നെന്തായി, നമുക്ക് അതിനെ 4 ഭാഗത്ത് കമ്പിവേലി അണ്ട് വലിച്ച് വളച്ചാണ്ട് കെട്ടിയാൽ മതി. വളച്ചാണ്ട് കെട്ടിയിട്ട് പോത്തിനാണ്ട് വിട്ടാക്കിയാൽ ആവശ്യം വരുമ്പോൾ പോത്തിനെ തോത്തിൽ കൊടുന്ന് കെട്ടുക. അല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടാക്കിയാൽ അത് എവിടെയും പോകില്ല. എൻ്റെ ഇപ്പോൾ കണ്ടത്തിൽ ആ ഏക്കറണക്കുള്ള സ്ഥലത്ത് അത് പുല്ലിരുന്ന് നിന്നോളും. ഇതൊക്കെ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ മുൻകൂട്ടി ആലോചിച്ചിട്ട് ചെയ്യുക. ആരോഗ്യമുള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാണ് ആരോഗ്യം നഷ്ടപ്പെടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ ബോംബെക്ക് പോവുകയാണ്. ഒന്നൊരു കേടുപാടും കൂടാതെ അവിടെ എത്തട്ടെ. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരൊക്കെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒക്കെ റബ്ബിൻ്റെ അടുത്താണ്. അപ്പോൾ അതൊക്കെ നാളെ നമ്മൾ മരിച്ചു പോയാലും നമ്മളെ ഭാര്യ കണ്ണീര് പിടിക്കാൻ പാടില്ല. അവൾക്ക് 2-3 പെൺകുട്ടിയാണ്. പിന്നെ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട് 2 കുട്ടികളും 3 കുട്ടികളൊക്കെ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് നമ്മൾ മരിച്ചാലും നമുക്ക് അവർക്ക് ഒരു കുട്ടികളെ രണ്ടത്തിനെ കെട്ടിച്ച് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട് വരരുത്. പെണ്ണുങ്ങളിരുന്ന് കാര്യം ഭർത്താവ് മരിച്ചു പോയാൽ പിന്നെ ഓൾക്ക് വേറൊരു മാർഗ്ഗമില്ല. 5 കുടുംബക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് വല്ലതും കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സ്ഥിരമായിട്ട് കൊടുക്കപ്പോൾ ഒരാളെ കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മളതൊക്കെ നമ്മളെന്ത് ചെയ്യണം, ആരോഗ്യമുള്ള സമയത്ത് ഇതേമാതിരി 5 സെൻറ്റും 10 സെൻറ്റും 3 സെൻറ്റ് സ്ഥലങ്ങൾ വാങ്ങിയിട്ടാൽ നമ്മൾ മരിച്ചാലും നമ്മളെ പെണ്ണുങ്ങളത് വിറ്റിട്ടെങ്കിലും നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ ഓളൊരു ജീവിതമാർഗ്ഗം ഓൾ കണ്ടെത്തുക, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓൾ ചെയ്തോളും. അപ്പം നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പണിയെടുക്കുക, അല്ലെങ്കിൽ പണിയെടുത്ത് മടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, പണിക്ക് പോവാതിരിക്കുക. അവിടെ കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ കണ്ടവരും കാണുന്നവരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് സമയം കളയുക, ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ഉപ്പ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അതിൽ നിന്നിട്ട് ഞാനും പഠിച്ച്, എൻ്റെ അഞ്ചന്മാരും പഠിച്ച്, എൻ്റെ പെങ്ങന്മാരും പഠിച്ച്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാണ്. എല്ലാവരോടും പറയാനുള്ളത് ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ കുറച്ച് പൈസ കൊണ്ട് ഇതേമാതിരി സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്നിട്ട് അവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് വരുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ പെരയുടെ മുന്നിൽ ഞാൻ രണ്ട് കട ഉണ്ടാക്കി, മുകളിൽ ചെറിയ റൂമുണ്ടാക്കി, കോട്ടേഴ്സ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താരോ ഞാനിപ്പോൾ എനിക്ക് അതിമൊന്നും വല്ല കിട്ടാനോ പിടിക്കാനൊന്നുമല്ല. ഒരു സമയം കടന്നു വരും, കയ്യും കാലും മുറിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് കുറച്ച് തക്കാളിയും പച്ചമുളകും അവിടെ കൊടുന്ന് വെച്ചാൽ ആരെങ്കിലും ഇവിടെ ഉള്ളവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് അത് വാങ്ങി പോകുകയെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ ഭാര്യയുടെ ചിലവും കഴിഞ്ഞു പോകും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്ത് ആരോഗ്യമുള്ള സമയത്ത് ആ പെരയുടെ മുന്നിൽ 2 കട ഉണ്ടാക്കി, മുകളിൽ റൂമുണ്ടാക്കി, ചെറുതായിട്ട് താമസിക്കാൻ ഓരോരുത്തർക്ക്. ഇതൊക്കെ അപ്പോൾ എന്തായി, നമുക്ക് മാസം ഒരു 5000, 7000, 8000, 10,000 കിട്ടും. കുറേ നാട്ടുകാർക്ക് കുറേ വീട് കാണിച്ചു കൊടുത്തിട്ട്, ഷോ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാർ ഹായ് മാനുവിൻ്റെ വീട് എന്താണ് അതിൽ കാര്യമുള്ളത്? ആൾക്കാർക്ക് അത് പൈസക്കാർ ചെയ്തോട്ടെ. പണമുള്ളവരുണ്ടല്ലോ, അവർക്ക് പ്രവാസി ലോകത്തുനിന്നും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ബിസിനസ്സിൽ കൂടെ പണം ഉണ്ടാക്കിയിട്ട് സമ്പാദിച്ചവരുണ്ടല്ലോ, അവർ ചെയ്തോട്ടെ, അവർക്ക് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളതൊന്നും അതേമാതിരി അവരുടെ നിലയിലേക്ക് നമ്മളൊന്നും ഞാനും നിങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പെരയുടെ മുന്നിൽ ജനങ്ങൾക്ക് ഷോ കാണിക്കാതെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും 4 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെറിയൊരു കടയും സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് അവിടെ ഇട്ടോളിങ്ങൾ കച്ചവടം ചെയ്യുമെന്ന് വേണ്ട, പൂട്ടിയാണ് ഇട്ടാളി. ഒരു സമയം കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമ്മളെ സ്വന്തം ഭൂമിയിലാണ് നമ്മൾ ഒരു പെരയും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടിട്ടുള്ളത്. അതൊക്കെ ഞാൻ മുൻകൂട്ടി ഓരോന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിരിക്കുന്നത്. കുറേ പൈസൻ്റെ കണ്ണി കണ്ടൊരു ജന്തുക്കൾ കൊത്തി തിന്ന് പോയിക്കണേ. അവരൊക്കെ മനുഷ്യന്മാർ ഈ കണ്ണി കണ്ടൊരു പൈസ ഒക്കെ വാങ്ങി തിന്ന ആൾക്കാരൊന്നും മനുഷ്യന്മാരെന്ന് പറയരുത്, ജന്തുക്കളെന്ന് പറഞ്ഞു. കൊത്തി തിന്ന് പറഞ്ഞാൽ മിണ്ടപ്രാണികളെ പോലെയാണ് അവരെ കരുതാവുള്ളൂ. അവരൊക്കെ കൊത്തി തിന്നിട്ട് ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുക, അവരൊന്നും നേരായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഒരാൾ 11 ലക്ഷമായിട്ടും പോയി, ഒരാൾ 1.5 ലക്ഷം രൂപയായിട്ട് പോയി, ഒരാൾ അതൊക്കെ പറയാൻ നിന്ന ടെൻഷൻ കൂടും. എന്തായാലും സാധാ ഞാൻ ഈ നീട്ടി പോണില്ല, എൻ്റെ തോട്ടം പറമ്പ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതന്നെയാണ്, കയ്യിൽ കായുള്ളപ്പോൾ സ്ഥലം കിട്ടണ പൈസക്ക് എവിടെ ഉണ്ടെങ്കിലും വാങ്ങാണ്ട് ഇട്ടുവാണെങ്കിൽ നശിച്ചാണ്ട് പോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു ഉപകാരത്തിൽ കൊടുക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഞാൻ സമയം ഇപ്പോൾ 1 മാസം വാങ്ങിക്കൊടുത്ത് ഇപ്പോൾ ഇതൊക്കെ നനച്ച് രാവിലെ തൊട്ടിട്ട് 2 ദിവസമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ തന്നെ എടുക്കണം. സാധാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എന്നോട് പൊരുത്തപ്പെടുക. അസ്സലാമു അലൈക്കും.